കുടിയും തെറിയും രണ്ട് സഹപ്രവർത്തകരായ പിശാചുക്കളാണ്. അവരൊരുമിച്ചാണ് തന്നെ. കുടിച്ചു കഴിയുമ്പോൾ തെറി പറയും. തെറി പറഞ്ഞിട്ട് കുറേ പോയി കുടിക്കും. ഇങ്ങനെയുള്ള അതോടൊപ്പം തന്നെ തല്ലിപ്പൊളിയും ബഹളവും ഇതുമെല്ലാം ഇതിൻ്റെ ഭാഗത്തുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മദ്യപാനം എന്ന് പറയുന്നത് ഒരു 10-20 പിശാചുകൾ കൂടുന്നതാണ്. അവർക്ക് കുടിയുണ്ടാവും, തെറിയുണ്ടാവും, അലഞ്ഞു നടക്കലുണ്ടാവും, ഉത്തരവാദിത്വ ബോധമില്ലായ്മയുണ്ടാവും, വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടാവും, മറ്റുള്ളവരെ കുറ്റം പറിച്ചിലുണ്ടാവും. ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന പിശാചുക്കളാണ്. ഇവരിൽ നിന്ന് മോചനം നേടുക കൂട്ടപ്പിടുത്തം ആയതുകൊണ്ട് ഒന്നിൽ നിന്ന് മോചനം നേടുമ്പോഴേക്കും അടുത്തത് വരും. അതുപോലെ തന്നെ ഇവരെ അതിൻ്റെ അകത്ത് മുക്കിയിരിക്കുകയായിരിക്കും. ഈ പിശാചുക്കളെല്ലാം കൂടെ കുടിയിലും തെറിയിലും മുക്കിയിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഇതൊരു വല്ലാത്ത രോഗമാണെന്ന് മനസ്സിലാക്കി ശരിക്കും ഒരു പൂർണ്ണമായൊരു മാറ്റം വരണം. ഈ എല്ലാ പിശാചുക്കളെയും ഉപേക്ഷിക്കാനുള്ള ഒരു തീഷ്ണതയും തീവ്രതയും വേണം ജീവിതകാലം. ഇത് നമ്മൾ നശിപ്പിക്കുന്നതാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ മക്കളെ രക്ഷിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് കുടിയും തെറിയും പിശാചിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിക്കട്ടെ. കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ജീവിതത്തിൽ പൂർണ്ണമായ മാറ്റത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നിന്നിൽ വർഷിക്കുവാനുള്ള കൃപാവരം കർത്താവേ ഇവരിൽ നൽകണമേ. നന്മയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള കൃപാവരം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. ഇങ്ങനെ അസ്വസ്ഥയുള്ളവർ സഹായിക്കാം. ഫോൺ കൗൺസിലിങ്ങിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇത് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക. 9447465414. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.